സെക്കരിയാവേ, നീ പ്രവാചകനാ. നോക്കട്ടെ, ഒരു ദേശത്തിന്റെ പ്രവാചകന്റെ നാവാണോ അടഞ്ഞേ? ആണോ? സെക്കരിയ ഒരു ദേശത്തിന്റെ പ്രവാചകനല്ലേ? ദേശത്തിന്റെ പ്രവാചകന്റെ വായടഞ്ഞെന്ന് പറഞ്ഞാൽ ദേശത്ത് പ്രവാചകന്റെ നാവ് അടഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദേശത്തെ ദൈവശബ്ദം അടഞ്ഞെന്നാ. ദേശത്ത് പ്രവാചകന്റെ നാവ് മൗനമായെന്ന് പറയുന്നതിലും അർത്ഥം ദേശത്ത് ദൈവം മൗനമായെന്നല്ലേ? ഒരു ദൂതുടെ പിടിച്ചോണം. 10 മാസത്തെ ഈ മൗനം ദൈവം പൊട്ടിക്കുന്നത് ഒരു ജനനക്രിയയിലാണ്. ഒരു ജനനക്രിയയിലാണ് യോഹന്നാൻ ജനിക്കുന്നതും സെക്കരിയാവ് സംസാരിക്കുന്നതും ഒറ്റ രീതിയിലേക്ക്, അഭിഷേകത്തിലേക്ക്, അധികാരത്തിലേക്ക്. ഇന്ന് ഞാൻ ആത്മാവി പറയാം, നീ വാ തുറക്കുന്നെങ്കിൽ അഭിഷേകത്തിൽ തുറക്കുക. നീ വാ തുറക്കുന്നെങ്കിൽ നിയോഗത്തിൽ തുറക്കുക. നീ വാ തുറക്കുന്നെങ്കിൽ അഭിഷേകത്തിൽ. കർത്താവിനോട് പറയുക, നിന്റെ മൗനം വൃഥാവല്ല. നീ മൗനമാകുമ്പോൾ നിന്നേക്കാ മുകളിൽ കയറാമെന്ന് കുറെ പൈശാചിക മണ്ഡലം ചിന്തിക്കും. സോറി. അഭിഷേകവും സ്നാനവും പ്രാപിച്ചിട്ട് യേശുവിന്റെ 40 ദിവസത്തെ മൗനം, അത് പിശാചിന് ചൊറിയാൻ കൊടുത്ത ലൈസൻസ് അല്ല. എടാ മോനെ, കഴിഞ്ഞ 400 വർഷമായിട്ട് ഞാൻ മൗനമായപ്പം എന്റെ ജനത്തിന്റെ മുകളിൽ ഇരുട്ടിന്റെ ഒരു വ്യാപാരം നീ കൊണ്ടിട്ടില്ലായിരുന്നോ? സെക്കരിയാവ് തന്നെ പ്രവചിച്ചു വെക്കുന്ന ഒരു വാക്കുണ്ട്, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു പറഞ്ഞേ വെളിച്ചം കണ്ടു. അപ്പം ഞാൻ മൗനമായിരുന്നപ്പം നീ വിചാരിച്ചത് ഇതുകൊണ്ട് ദൈവശബ്ദം നിന്നെന്നാണോ? നിനക്ക് തെറ്റി. ഇത് കഴിഞ്ഞ തമ്പുരാൻ മരുഭൂമിയിലേക്ക് എന്തിനാ നടത്തിയത്? എന്റെ ചോദ്യം, മരുഭൂമി എല്ലാറ്റിന്റെ അവസാന, പക്ഷെ തമ്പുരാൻ തുടങ്ങിയത് അവസാനത്തിനാ. നമ്മളെല്ലാരും പഠിച്ചേക്കുന്ന ആൽഫ ടു ഒമേഗയാ. അവസാനത്തിൽ നിന്ന് ആദ്യത്തിലേക്ക് ആരും ഓടിയിട്ടില്ല. പക്ഷെ തമ്പുരാൻ പറയുക, ഞാൻ അവസാനത്തിൽ നിന്ന് ആദ്യത്തിലേക്ക് ഓടുകയാണ്. അവസാനത്തിൽ നിന്ന്. നിങ്ങൾക്കറിയോ, മനുഷ്യൻ മൗനമാകുന്നത് അവന്റെ വാർദ്ധക്യത്തിലാ. യേശു മൗനമായത് അവന്റെ യൗവനകാലത്തിലാ. പ്രയോജനപ്പെടേണ്ട സമയത്ത് ഞാൻ പ്രയോജനപ്പെട്ടില്ലെന്ന് പറയുന്നവരോട് നിന്നോട് ആരാ പറഞ്ഞത് അതായിരുന്നു നിന്റെ പ്രയോജനപ്പെടുന്ന കാലമെന്ന്? നീ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നീ ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഇതാ ദൈവം നിനക്ക് വെച്ച പീരീഡ്. നീ അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറയുന്നു, ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ അപ്പൻ ഒമേഗ ടു ആൽഫ ആണെങ്കിൽ ഞാൻ ആൽഫ ടു ഒമേഗ അല്ല. എന്റെ അവസാനത്തിൽ നിന്ന് മക്കളെ ഫീനിക്സ് ആകാൻ തയ്യാറായിക്കോണം. ഫീനിക്സിന്റെ ഉയർച്ച മുട്ട വിരിയുന്നതിൽ നിന്നല്ല, ചാരത്തിൽ നിന്ന്. അയ്യോ, അടുപ്പിൽ ഉപയോഗിക്കുന്ന ചാര എന്തിനു കൊള്ളാം, പക്ഷേ ഫീനിക്സിന്റെ ഊർജം ചാരത്തെ തട്ടി മാറ്റിയിട്ട് അതൊന്ന് വേഗം, ആദ്യം ഒന്ന് കത്തും, ഒന്ന് കത്തി ചാരമാകും. അപ്പൊ എല്ലാരും പറയും തീർന്നു. നല്ല തിറക്കനായിരുന്നു, ശുശ്രൂഷയുണ്ടായിരുന്നു, തീർന്നു. പക്ഷെ അവർക്കറിയത്തില്ല, ഇവൻ ആൽഫ ടു ഒമേഗ അല്ല, ഇവൻ ഒമേഗ ടു ആൽഫ സിസ്റ്റത്തിൽ കിടക്കുന്നവനാ. ഇവൻ അവസാനത്തിൽ നിന്ന് ആദ്യത്തിലേക്ക് ഓടുന്നവനാ. ഞാൻ ആത്മാവി പറയാ, ഇവിടുന്ന് പോകുന്നതിന് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് സ്വർഗം പറയുകയാണ്, ആൽഫ ടു ഒമേഗ സിസ്റ്റം കർത്താവ് പൊട്ടിക്കുന്നു. ഒമേഗ ടു ആൽഫ സിസ്റ്റം ദൈവം തുറക്കുന്നു. സെക്കരിയാവെ, എല്ലാരും മൗനമാകുന്നത് മരിക്കുന്നതിന് മുൻപാണ്. പക്ഷെ നിന്റെ മൗനം ഒരു ജനനത്തിന് മുൻപാണ്. അർത്ഥം, അവന്റെ ജനനവും നിന്റെ വർത്തമാനവും ഒരു കാലഘട്ടത്തിലാണ്. യോഹന്നാൻ ഒരു കുഞ്ഞ് ജനിക്കുമ്പോ കരഞ്ഞോണ്ടാ ജനിക്കുന്നേ. പക്ഷേ യോഹന്നാൻ കരഞ്ഞതും സെക്കരിയാവ് അത്യുന്നതന് സ്തുതി എന്ന് പറയുന്നതും ഒറ്റ മൊമെന്റിലാ.
അതിന്റെ അർത്ഥം നിന്റെ കരച്ചിലിനെ വെല്ലുന്ന ഒരാർപ്പ് ദൈവം നിനക്കൊരുക്കുന്നു. നിന്റെ മൗനത്തെ വെല്ലുന്ന അവൻ എന്റെ വിലാപത്തെ, എന്റെ രട്ടിനെ അഴിച്ച് നിന്റെ കണ്ണ് നനഞ്ഞ മൗനത്തിന്റെ കാലഘട്ടം ഇവിടെ അവസാനിക്കുന്നു. God is reversing the system. Alpha to Omega അല്ല, it's Omega to Alpha. നിൽക്കുന്ന അഭിഷക്ത വൃന്ദങ്ങൾ 1-2 മിനിറ്റുകൾ ദൈവസന്നിധി സ്തുതിച്ചോണം. കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ മേൽ വലിയൊരു പുതപ്പ് വീഴുകയാണ്. ഈ രാത്രി മുതൽ വലിയൊരു പുതപ്പ് വീഴുകയാണ്. കർത്താവിനോട് പറയുന്നു, ശുശ്രൂഷയിൽ വലിയ തിരിവുകൾ ഉണ്ടാകുന്നു. അഭിഷക്തന്മാരോടായി കർത്താവിനോട് പറയുന്നു, ശുശ്രൂഷകളിൽ വലിയ തിരിവുകൾ ഉണ്ടാകുന്നു. ദൈവശബ്ദം കേൾക്കാത്തൊരു കാലഘട്ടത്തിൽ ദൈവശബ്ദവുമായി നടന്നു ചെല്ലാൻ, ആ ഡോറിനെ തള്ളി തുറന്ന ആ കാലഘട്ടത്തെ തുറക്കാൻ കർത്താവ് അവരുടെ മേൽ അഭിഷേകം വയ്ക്കുന്നതിനായി സ്തോത്രം. ഇനിയും ഉപയോഗിച്ചാട്ടെ. പ്രാർത്ഥിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ പിതാവേ.